ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് ഏത്തപ്പഴം വെച്ചൊരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലെ നല്ലതുപോലെ ഒരുപാട് പഴുത്ത് പോവാത്ത ഏത്തപ്പഴം എടുക്കണം. നമ്മളത് ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. നമ്മൾ ഈ പൊട്ടറ്റോ ഒക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ഗ്രേറ്ററിൽ ചെയ്താലും മതിയാകും. അപ്പം നമ്മൾ നല്ലതുപോലെ ഒരുവിധം പഴുത്ത് നമ്മുടെ കയ്യിൽ ഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല മുറുക്കമുള്ള ഏത്തപ്പഴം എടുക്കണം. എങ്കിലേ നമുക്ക് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളൊരു കുറച്ച് 2 എണ്ണം ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ആവശ്യമുള്ള അനുസരിച്ച് നമ്മൾ കൂടുതലോ കുറവൊക്കെ എടുക്കാം. അപ്പം അതിന് ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഒരു അരമുറി തേങ്ങ ചിരവിയതാണ് ഇത് രണ്ടും കൂടി ഏത്തപ്പഴത്തിൻ്റെ കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. 1 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒരു 2 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് ഇത് നമുക്ക് ആദ്യം ഒന്ന് ഈ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി വെക്കണം. പിന്നെ നമ്മൾ മൈദയുടെ ലോട്ടാണ്. മൈദമാവ് നല്ലതുപോലെ നമ്മൾ 1 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് ഒരു നുള്ളുപ്പും കൂടെ ഇട്ട് നമ്മൾ വെള്ളത്തിൽ നല്ലതുപോലെ ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഇതിൻ്റെ കൂടെ ഈ ഏത്തപ്പഴത്തിൻ്റെ കൂടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ കൂടെ നമുക്ക് ഈ തേങ്ങയെ വിട്ടിട്ട് തേങ്ങ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇടാം. പക്ഷേ ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഒരുപാട് തേങ്ങ ഇടാതെ ഇരിക്കുമായിരിക്കും നല്ലത്. പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ 1 സ്പൂണ് പഞ്ചസാര മതിയാവും. അതൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും കൂടുതലോ ആണെങ്കിലും ചേർക്കാം. ഞാൻ ഒരു 2 ഏലക്ക പൊടിച്ചാണ് അതും കൂടിയും ചേർക്കാം. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മളൊരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൈദ കുഴച്ചെടുത്തിട്ട് അതിനകത്താണ് ഇത് വെച്ചെടുക്കേണ്ടത്. നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മൈദമാവ് കുഴയ്ക്കാം. നമ്മൾ ആദ്യം 1 സ്പൂണ് നെയ്യ് ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ കുഴയ്ക്കുവാണെങ്കിൽ നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് കൂടുതൽ എണ്ണ കുടിച്ച് പോകാതെ ഇരിക്കും. നല്ല ഒരു മൊരിഞ്ഞ് കിട്ടാനും കൂടെയാണ് നമ്മളിപ്പോൾ ഈ മാവിനകത്ത് ആദ്യം നെയ്യ് ഒഴിക്കുന്നത്. 1 നുള്ളുപ്പും കൂടി ഇടാം നമുക്ക്. നമ്മളൊരു ചെറിയ ചൂടുവെള്ളത്തിൽ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ലൂസായി പോലെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ പാകത്തിൽ വേണം കുഴച്ചെടുക്കാൻ. നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പം മാവ് നല്ലതുപോലെ കുഴച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റിൽ നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുക്കണം. എന്നാലും മാവ് നല്ല സോഫ്റ്റായി വരുള്ളൂ. ഇനിയിപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കത് വളരെ കനം കുറച്ച് പരത്തി എടുത്തിട്ട് ചപ്പാത്തി പലകയിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ചെറിയ ഉരുളയാക്കി എടുക്കണം. പരത്തി എടുത്തിട്ട് നമുക്ക് അതിൽ കുറച്ച് പരത്തിയെടുക്കാം. അപ്പം നമ്മളൊരു 3-4 എണ്ണം ഞാൻ ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ നമ്മുടെ കയ്യിൽ ഏതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലെ കുറേ നമുക്ക് ഷേപ്പിലുള്ളത് വാങ്ങിക്കാൻ കിട്ടും മോൾഡൊക്കെ. അപ്പോൾ അതിന് നമുക്ക് ഏതാ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് 1 സ്പൂണ് ഫില്ലിങ് വെച്ചിട്ട് ഈ ഒരു സൈഡിൽ വെക്കാവുള്ളൂ. ഒരു സൈഡിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ അത് തുറന്നൊക്കെ പോവാതിരിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ഈ സൈഡിലത്തെ വെച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ബാക്കിയുള്ള മാവ് നമ്മളിങ്ങനെ മുറിച്ച് മാറ്റിക്കളയണം. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ ഇത് ഉരുട്ടിയിട്ട് ഇതുപോലെ ആക്കി എടുക്കാൻ പറ്റും. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് എണ്ണയിലിടുമ്പോൾ ഇത് തുറന്നു പോവാതിരിക്കുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ സൈഡിലൊന്ന് എണ്ണയൊന്ന് തൂത്തിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങാൻ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കിട്ടും. അപ്പം ബാക്കി ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും കൂടി ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മളൊരു കടയിൽ എണ്ണ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞ് നല്ലപോലെ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് വേണം നമ്മളിത് ഇടാൻ. ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ നോക്കണം ഇങ്ങനെ ഒട്ടിപ്പോകാ, ഇവിടെ നമ്മുടെ ഫില്ലിങ് വരരുത്. അല്ലെങ്കിൽ നമ്മൾ ഒട്ടിയാൽ അത് തുറന്നു പോകും. അപ്പോൾ അതിനകത്തിരിക്കുന്ന ഫില്ലിങ്ങൊക്കെ എണ്ണയ്ക്കകത്ത് പോയിട്ട് നമ്മുടെ എണ്ണയൊക്കെ അങ്ങ് കരിയും. അതുകൊണ്ട് നമ്മൾ സൈഡിലും മാവിൻ്റെ ഒട്ടും വരാതെ നല്ലതുപോലെ ആ ഫില്ലിങ് അകത്ത് തന്നെ വെക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണയിലോട്ടിടാം. ആദ്യം ഒന്ന് നല്ലതുപോലെ എണ്ണ ചൂടായിരിക്കുവാണെങ്കിൽ പിന്നെ ഒന്ന് സ്ലോ ഫ്ലെയിമിൽ വെക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ. അകത്തെ ഫില്ലിംഗ് ഒന്നും വരേണ്ട ആവശ്യമില്ലല്ലോ, ഏത്തപ്പഴം തേങ്ങയൊക്കെ അല്ലേ. അതുകൊണ്ട് ഒരു പെട്ടെന്ന് തന്നെ ഇത് വറുത്ത് കോരി എടുക്കാൻ പറ്റും. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യം വരികയില്ല.
റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ കൂടുതൽ എണ്ണയുള്ളതൊക്കെ അങ്ങോട്ട് പോകും. അപ്പം നമ്മൾ ഇതുപോലെ ബാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഫില്ലിങ് മുഴുവനും ഉണ്ടാക്കി ഒന്ന് എടുക്കാം. ബാക്കിയുള്ളതോടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള ഈവനിങ് സ്നാക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ചായയുടെ കൂടെ ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ നല്ലൊരു വേറെ റെസിപ്പി ആയിട്ട് പിന്നെയും വരും.